എങ്ങനെ ഈ അപകടമുണ്ടായി, എങ്ങനെ ഈ ദുരന്തത്തിൽ ഇടവച്ചു എന്നത് വലിയ പരിശോധനകൾക്കിടയാവേണ്ട കാര്യമാണ്. കാരണം വാഹനം വാടകയ്ക്കെടുത്ത വാഹനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു. വാഹനത്തിൻ്റെ പഴക്കം പ്രശ്നമായോ അല്ലെങ്കിൽ അശ്രദ്ധ അപകടത്തിന് ഇടവച്ചിട്ടുണ്ടോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ കുട്ടികളുടെ വിയോഗം അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല. രക്ഷാപ്രവർത്തകരായി ആദ്യമെത്തിയ സമീപവാസികൾ പറഞ്ഞത് അപകടത്തിൻ്റെ തീവ്രത എത്ര വലുതായിരുന്നു എന്ന കാര്യമാണ്. കാരണം അപകടത്തിൽ വാഹനത്തിൽ അവശേഷിച്ചിരുന്ന ചുരുക്കം ചിലർക്ക് മാത്രമേ പ്രതികരിക്കാനോ ഒന്ന് കരയാനോ പോലുമുള്ള അവസ്ഥയുണ്ടായിരുന്നു. മറ്റു പലരുടെയും അവസ്ഥ അങ്ങനെ പോലും ആയിരുന്നില്ല എന്നതാണ് ആളുകൾ പറയുന്നത്. 20 മിനിറ്റിന് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്നത്. കാരണം റോഡ് അവിടെ ബ്ലോക്കായി കിടന്നു. മൃതദേഹങ്ങൾ പുറത്തേക്ക് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വൈകാരിക നിമിഷങ്ങളിലൂടെ, അങ്ങേറ്റം വികാര നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് അവിടെ. തങ്ങളുടെ മക്കളുടെ ചേതനയേറ്റ ശരീരം കണ്ട് പൊട്ടിക്കരയുകയാണ് പലരും. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ വൈകാരിക വായ്പകളോടെ അവിടെയുണ്ട്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം അവിടുത്തെ വൈകാരിക നിമിഷങ്ങൾ എങ്ങനെയാണ്. ശരണ്യ നേരിട്ടത് കാണുന്ന വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ശരണ്യ നമുക്കത് അറിയിക്കാനാവുക? അതീവ ദുഃഖകരം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഓരോ വിദ്യാർത്ഥികളും കണ്ണീരോടെയാണ് അവരുടെ സഹപ്രവർത്തകർക്ക് യാത്ര മൊഴി നൽകുന്നത്. വളരെ കുറഞ്ഞ സമയത്ത് തന്നെ ഒന്ന് കണ്ട്, നല്ല തിരക്കുണ്ട് ഇവിടെ. കുട്ടികളെ ഒന്ന് ഒരു നോക്ക് കണ്ട് അവിടെ നിന്ന് കടന്നു പോകാൻ മാത്രമേ അവരുടെ സഹപ്രവർത്തകർക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഭൗതിക ശരീരത്തോടൊപ്പം, കുട്ടികളുടെ മൃതദേഹത്തോടൊപ്പം ഇവിടെ ഉണ്ട്. ഒപ്പം മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദും ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ട്. 1.5 മാസം മുമ്പ് വളരെ പ്രതീക്ഷയോടെ പഠിക്കാനായി രക്ഷകർത്താക്കൾ പറഞ്ഞയച്ച മക്കളാണ്. അവർക്ക് ഇങ്ങനെയൊരു വിടവാങ്ങുന്നത്, ഇങ്ങനെയൊരു യാത്രയിപ്പോൾ അത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുന്നു എന്നുള്ളതാണ്. പല രക്ഷകർത്താക്കളും എത്തിയിട്ടും അവരുടെ മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അവരുടെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾ, അവർക്കാണ് ഇത്തരമൊരു യാത്രയയപ്പിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സഹപാഠികളായ വിദ്യാർത്ഥികൾ അവരെ ഒരു നോക്ക് കണ്ട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ടി ഡി മെഡിക്കൽ കോളേജ് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു യാത്രയെ ഒരിക്കൽ പോലും ടി ഡി മെഡിക്കൽ കോളേജ് കണ്ടിട്ടുണ്ടാവില്ല. ടി ഡിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊരു ഇത്രയധികം വിദ്യാർത്ഥികൾക്ക്, സുഹൃത്തുക്കളായ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക്, അവർക്ക് ഇങ്ങനെ ഇത്രയധികം കുട്ടികൾ ഒരുമിച്ച് യാത്ര പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഓരോ വീടിൻ്റെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി എത്തിയ മക്കളാണ്. അവരാണ് ഇങ്ങനെ ഒരു യാത്ര മൊഴി നൽകി ഇവിടെ നിന്ന് പോകേണ്ടി വന്നത്. ഇന്നലെയും ഈ ക്യാമ്പസിൽ പഠിച്ച് നടന്ന വിദ്യാർത്ഥികൾ, ഈ ക്യാമ്പസുകളിൽ, ഈ വരാന്തകളിലൂടെ നടന്നു നീങ്ങിയവർ, അവർ ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി നിശ്ചലമായി ഈ ക്യാമ്പസിൽ കിടക്കുന്ന കാഴ്ച, അത് ഹൃദയഭേദകം എന്ന് തന്നെ നമുക്ക് പറയാം. അത് തീർത്തും ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. വലിയ ആഘാതമുണ്ടാക്കിയ ഒരു സംഭവം എന്ന് തന്നെ പറയാം. ആലപ്പുഴയെ സംബന്ധിച്ചും അതങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ കളറുകോട് ഇത്രയും വലിയൊരു അപകടത്തിന് ഇതുവരെ ഇങ്ങനെ സാക്ഷിയായിട്ടില്ല. അത്ര വലിയ ഒരു അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഗവർണർ ഉൾപ്പെടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12:30 അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളതാണ്
പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആളുകൾ, ഒരുപാട് വിദ്യാർത്ഥികൾ, നാട്ടുകാർ ഒക്കെ ഈ കുഞ്ഞുങ്ങളെ, മക്കളെ അവസാനമായി കാണാനായി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസിൻ്റെ നിയന്ത്രണവും ഉണ്ട്. പക്ഷേ ഇന്നലെ മുതൽ മാധ്യമങ്ങളിലൂടെയുമൊക്കെ ഈ സംഭവങ്ങൾ ആളുകളിലേക്ക് എത്തുകയും അതൊരു വലിയ ഞെട്ടലായി ഓരോ ആളുകളിലേക്കും മാറുകയും ചെയ്തു. ഇത്തരത്തിൽ ഉള്ള ഓരോ അമ്മമാരും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞ് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പരസ്പരം ആശ്വസിപ്പിക്കാനും ഒക്കെ അവർ എത്തുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്കാണ് വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന, ഇന്നലെ അപകടത്തിൽപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആ അപകടത്തിന് ശേഷം സംസാരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷെയ്ൻ വലിയ ട്രോമയിലാണ്. ഷെയ്ൻ മാത്രമാണ് പരിക്കുകളില്ലാതെ അത്ഭുതകരമായ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഷെയ്ൻ പോലും ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. 3 മാതാപിതാക്കൾ ഇവിടെ ട്രോമ കെയറിൽ ഉണ്ട് എന്നും വ്യക്തമാക്കുന്നു. അത്രയ്ക്ക് തളർത്തിക്കളഞ്ഞ ഒരു വലിയ അപകടം എന്ന് നമുക്ക് ഇതിനെ പറയാം. ഒരുപക്ഷെ ഇങ്ങനെയൊരു സംഭവം ഇനി ടി.ഡി. മെഡിക്കൽ കോളേജിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സിൻ്റെയും ഒപ്പം ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും, കണ്ണൂർ സ്വദേശി അഫ്സൽ ജബ്ബാറിൻ്റെയും, കോട്ടയം സ്വദേശി ആയുഷും, മലപ്പുറം സ്വദേശി ദേവാനന്ദും 5 മിടുക്കന്മാരായ കലാലയത്തിലെ വിദ്യാർത്ഥികൾ അവർ ഈ ക്യാമ്പസിന് അതീവ ദുഃഖം നൽകുന്ന ഓർമ്മകൾ നൽകി അവർ ഈ ക്യാമ്പസിനോട് വിടവാങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരിലും ആ ഒരു ദുഃഖം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പലർക്കും അംഗീകരിക്കാൻ പോലും, സഹപ്രവർത്തകർക്കാർക്കും അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഇന്നലെ പരീക്ഷയും മറ്റുമായി ഈ ക്യാമ്പസിലൂടെ നടന്ന വിദ്യാർത്ഥികൾ, ഈ ക്യാമ്പസിൻ്റെ ഭാഗമായി പുതുതായി എത്തി ഈ ക്യാമ്പസിനോട് പരിചയപ്പെട്ട് തുടങ്ങുന്ന 1.5 മാസം മുമ്പ് ഈ ക്യാമ്പസിനോട് പരിചയപ്പെട്ട് തുടങ്ങിയ വിദ്യാർത്ഥികൾ, അവരാണ് ഇങ്ങനെ ഈ രീതിയിൽ ആ ക്യാമ്പസിലേക്ക് പൂർണ്ണമായി ലയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വളരെ വേഗത്തിൽ ധൃതിപ്പെട്ട് യാത്ര പറഞ്ഞതുപോലെ ആകുന്നു സാഹചര്യം. അത്ഭുതകരം എന്ന് പറയേണ്ടത്. ഇതിനകത്ത് ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് അപകടാവസ്ഥയെ തരണം ചെയ്യാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള എല്ലാവരും തന്നെ ഗുരുതരമായി പരിക്കേൽക്കുന്നു. 11-അംഗ സംഘമാണ് ഇന്നലെ ആലപ്പുഴ ടി.ഡി. മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്നും പുറത്ത്, അവിടെ ക്യാമ്പസിന് പുറത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികളും ഇത്തരത്തിൽ സിനിമ കാണുന്നതിനായി, ചലച്ചിത്രം കാണുന്നതിനായി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത്. നല്ല മഴയുള്ള സാഹചര്യമായിരുന്നു. നല്ല ഇരുള് മൂടിയ അന്തരീക്ഷമായിരുന്നു. കുട്ടികൾ സഞ്ചരിക്കുന്നതിനിടയിൽ ഡ്രൈവറായ അവരുടെ തന്നെ സഹപാഠിയായ ഗൗരിക്ക് മുന്നിൽ എന്തോ വന്ന് നിൽക്കുന്ന വാഹനം പോലെ, അല്ലെങ്കിൽ എന്തോ നിൽക്കുന്നത് പോലെ തോന്നി ബ്രേക്ക് ചവിട്ടിയതാണ് എന്നുള്ളതാണ് അവരുടെ സഹപാഠികൾ പറയുന്നത്. പക്ഷേ വാഹനത്തിന് പഴക്കമുള്ള വാഹനമായിരുന്നു. 14 വർഷം പഴക്കമുള്ള വാഹനമായിരുന്നു. ആ വാഹനം പ്രതീക്ഷിച്ച രീതിയിൽ അവർക്ക് കിട്ടിയില്ല. ഇടതുവശം ചേർന്ന് ചരിഞ്ഞു വാഹനം. പിന്നീട് നിയന്ത്രണം തെറ്റി റൈറ്റ് സൈഡിലേക്ക് ഇടിച്ച്, വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കായംകുളത്തേക്ക് പോകുന്ന ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ്, KSRTC ബസ്സുമായാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ഇടിച്ചത്. 11 പേരായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞ രീതിയിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഫ്രണ്ട് സീറ്റിൽ പോലും വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഒരു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികളും അവരുടെ സഹപ്രവർത്തകരെ ഇവിടുന്ന് കടന്നു പോകുന്നവരുടെ കണ്ണീരും അവരുടെ ആ ഒരു സങ്കടവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ വളരെ ദുഃഖം തളം കെട്ടിയ അന്തരീക്ഷം ആണ് ഈ ക്യാമ്പസും പരിസരവും എന്ന് തന്നെ നമുക്ക് പറയാം. പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെ 5 പേരുടെയും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. ഗവർണറുടെ ഉടൻ അവിടേക്ക് വരും. സഹപാഠികളുടെ ചേതനയറ്റ ശരീരം കാണാം. നിരവധി പേരുണ്ട്. അപ്പം കുട്ടികളുടെ ബന്ധുക്കൾ അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങേറ്റം ദുഃഖകരമായ അന്തരീക്ഷത്തിലൂടെ അത് കടന്നു പോവുകയാണ്. പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവരുടെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉടനുണ്ടാകും. ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ
ഡോക്ടർമാരുമായി സംസാരിക്കുന്നു. എന്തായാലും മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനുള്ളിൽ ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് അറിയിച്ചത്. വലിയ പ്രതീക്ഷകളുമായി മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന വലിയ പ്രതീക്ഷകളുമായി എത്തിയ കുട്ടികളാണ്. ഇന്നലെ പരീക്ഷകൾക്ക് ശേഷം അനാട്ടമി പരീക്ഷയ്ക്ക് ശേഷം സിനിമയ്ക്ക് വേണ്ടി പോയ കുട്ടികളാണ് ചേതനയേറ്റ് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഓരോ കുടുംബങ്ങളുടെയും എത്രയോ വലിയ പ്രതീക്ഷകളാണ് നഷ്ടപ്പെടുന്നത്. പൊതുദർശന ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. ശരണ്യ, നമ്മൾ നേരത്തെ പരാമർശിച്ച കാര്യമാണ് ഈ പരിക്ക് പറ്റിയവരുടെ തുടർ ചികിത്സ. അത് സംബന്ധിച്ച ആലോചനകൾ ഇപ്പം മന്ത്രിയുടെ സാന്നിധ്യം കൂടി എവിടെയുണ്ട്. മന്ത്രി ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജിലെ അധികൃതരുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സ എങ്ങനെ വേണമെന്നതിൽ ഒരു ധാരണ ഉണ്ടാകുമായിരിക്കും അല്ലേ? ഒരു പക്ഷേ കൂടുതൽ മികച്ച സൗകര്യങ്ങൾ വേണമെങ്കിൽ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്ന കാര്യവും ആലോചനയിലുണ്ടോ? അങ്ങനെ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം എന്നുള്ളതാണ് ആദ്യം ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചത് കൃഷിമന്ത്രി പി പ്രസാദാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികളുടെ ചികിത്സ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ആശുപത്രിയിലെത്തിയ ശേഷം മണിക്കൂറുകളോളം അവിടുത്തെ ഡോക്ടർമാരുമായും ഒപ്പം തന്നെ കുട്ടികളുടെ രക്ഷകർത്താക്കളുമായി സംസാരിച്ചിരുന്നു. അപകട സാഹചര്യത്തിൽപ്പെട്ട് കിടക്കുന്ന വിദ്യാർത്ഥികളെ കയറി സന്ദർശിക്കുകയും അതാത് വകുപ്പിലെ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം മന്ത്രി പി പ്രസാദ് പറഞ്ഞത് നിലവിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാമുമായി സംസാരിച്ചപ്പോൾ ഷിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് എന്തായാലും അതിനകത്തൊരു അടിയന്തര ഡിസിഷൻ എടുക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരാൻ പോവുകയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മറിയത്തിൻ്റെ അധ്യക്ഷതയിലാണ് അവിടെ യോഗം ചേരുക. എനിക്ക് തോന്നുന്നു ആ യോഗം ഇപ്പോൾ തന്നെ ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചില കുട്ടികളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. എടത്വ സ്വദേശി ആൽവിൻ്റെ നില അല്പം ഗുരുതരമായ സാഹചര്യമാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ 5 വിദ്യാർത്ഥികളെ കൂടാതെ ചേർത്തല സ്വദേശി കൃഷ്ണദേവും ഒപ്പം തന്നെ കൊല്ലം ചവറ സ്വദേശി മുഹസിൻ മുഹമ്മദ്, ഒപ്പം കൊല്ലം പോരുവഴി സ്വദേശി ആനന്ദ്, എറണാകുളം കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരി ശങ്കർ, ആലപ്പുഴ എടത്വ സ്വദേശി ആൽവിൻ എന്നിവരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലായി. ഈ 4 വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. ഇവർക്ക് വേണ്ടി അതായത് ഇതിൽ ഗൗരി ശങ്കറിന് കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞു, മറ്റ് പ്രശ്നങ്ങൾ ഇല്ല, കാലിനുള്ള ഒടിവാണ്, അതിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. പലർക്കും തലയ്ക്കാണ് കൃത്യമായ പരിക്ക്, ഏറ്റവും ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത് തലയ്ക്കാണ് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം സഹിത ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. ആ വാഹനം പൂർണ്ണമായി ഇടിച്ച് തകർന്നൊരവസ്ഥയായിരുന്നു. അതും സീറ്റുകളുമൊക്കെ അങ്ങനെ തകർന്നൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല പരിക്ക് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങളും ഇനി ഈ മെഡിക്കൽ കോളേജിന് അപ്പുറത്തേക്ക് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ അങ്ങോട്ട് മാറ്റുന്നതിനെക്കുറിച്ചുമൊക്കെ ആലോചനകൾ നടത്തുന്നതിന് വേണ്ടിയാണ്, ഷിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ചേരാൻ പോകുന്നത്. അത് ഉടൻ ചേരുമെന്നുള്ളത് തന്നെയാണ് നമ്മളോട് സൂപ്രണ്ട് അറിയിച്ചത്. അദ്ദേഹം അവിടെ നിന്ന് തന്നെ ബാക്കിയുള്ള എല്ലാ വിഭാഗത്തിലെയും ഡോക്ടർമാർ, മേധാവികൾ ഈ യോഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചേതനയറ്റ് സ്വന്തം കോളേജുകളിലേക്ക്, സ്വന്തം കലാലയത്തിലേക്ക് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളുടെ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സഹപാഠികൾ ഏറ്റവും വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് ഈ പൊതുദർശന ചടങ്ങ് കടന്നു പോകുന്നത്. മരണപ്പെട്ടവരുടെ അവസാനമായി ഒന്ന് കാണാൻ
നിരവധി ആളുകളായി സഹപാഠികളുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്. ഇനി സ്വന്തം നാടുകളിലേക്കുള്ള മടക്കയാത്രയാണ്. പൊതുദർശനം വേഗത്തിൽ പൂർത്തിയാകും. സമയം 12:30 പിന്നിടുകയാണ്. അല്പസമയത്തുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടി അവിടെ എത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോവുക. അത്തരത്തിലാണ് അവിടെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് നാടിനെ നടുക്കിയ കളർകോട് ഈ അപകടമുണ്ടാവുന്നത്. അനാട്ടമി പരീക്ഷ പൂർത്തിയാക്കി സിനിമയ്ക്ക് പോയ വിദ്യാർത്ഥികൾ മടങ്ങിയിരുന്ന വാഹനം ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. ഏറെ സമയത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ പലരും മരണപ്പെട്ടു. ഒടുവിൽ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ തുടർ ചികിത്സ സംബന്ധിച്ച ആലോചനകൾ വേഗത്തിലുണ്ടാകും. കൂടുതൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ആവശ്യമെങ്കിൽ മറ്റാശുപത്രികളിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണിക്കുന്നുവെന്നാണ് അറിയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ മെഡിക്കൽ കോളേജ് അധികൃതരുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ ഇന്ന് തന്നെ നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതീവ ദുഃഖകരമാണ് അപകടം എന്നതാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. മരിച്ചവരുടെ ബന്ധുക്കളെയും അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. ജനപ്രതിനിധികളും മന്ത്രിമാരുമടക്കം നിരവധി പേരുടെ സാന്നിധ്യം അവിടെയുണ്ട്.